ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോക്കർ ലാൻഡ് കാർഡ്സ്. അപ്പോൾ നമ്മളിന്നിവിടെ വന്നിരിക്കുന്നത് UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫസ്റ്റ് ലെഗ് സെമി ഫൈനലിലെ രണ്ടാമത്തെ മത്സരം ബാഴ്സലോണ വേഴ്സസ് ഇൻറ്റർ മിലാൻ്റെ ഒരു ചെറിയൊരു അനാലിസുമായിട്ടാണ്. നല്ല ഗംഭീര കളിയായിരുന്നു. കണ്ട ഒരാൾക്ക് മറക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കളി. 3-3 ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു കളിയായിരുന്നു. ലാസ്റ്റത്തെ മിനിറ്റിൽ ഹെൻറിക് മിക്ടറിയനെ ഒരു കിട്ടിയില്ല ഗോളടിച്ച്, പക്ഷേ ചെറിയൊരു വ്യത്യാസത്തിൽ ഓഫായി പോയി. അല്ലെങ്കിൽ ഇവർ ജയിക്കേണ്ട കളി തന്നെയായിരുന്നു, ഇൻ്റർ മിലാൻ ജയിക്കേണ്ട കളി തന്നെയായിരുന്നു. പക്ഷേ രണ്ട് ടീമും നല്ല മനോഹരമായിട്ട് കളിച്ചു. ലമീൻ യമാലും റാഫീനയും ഒരു രക്ഷയില്ലായിരുന്നു. ലമീൻ യമാൽ 2 വട്ടം വുഡ് വർക്കിൽ അടിച്ച്, അത് പോസ്റ്റിൽ തട്ടിപ്പോയി. റാഫീനയുടെ ഒരു ലോങ് റേഞ്ചർ, പിന്നെ മൂന്നാമത്തെ ബാഴ്സലോണയുടെ ഗോൾ ശരിക്കും റഫീനയുടെ തന്നെയാണ്. പക്ഷേ കളി നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് നമ്മുടെ ഇവൻ്റെ മേലെ ഗോൾ കീപ്പറുടെ മേലെ തട്ടി തിരിച്ചു വന്നുകൊണ്ട് അത് ഓൺ ഗോളായി കണക്കാക്കുന്നു. പക്ഷേ കിട്ടിയില്ലാനൊരു ഗോളായിരുന്നു. നല്ല ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ബാഴ്സലോണയുടെയും അതുപോലെ തന്നെ ഇൻ്റർ മിലാനും. രണ്ടും നല്ല കട്ട ടീമുകളാണ്. രണ്ടും നല്ല നല്ല ഇഞ്ച് പോരാട്ടം എന്നൊക്കെ പറയുന്ന പോലെയാണ്. കുറച്ചും കൂടി നന്നായിട്ട് ബാഴ്സലോണ മിഡ്ഫീൽഡ് കളി മാനേജ് ചെയ്തു എന്ന് എനിക്ക് തോന്നി. കാരണം ആദ്യം 2 ഗോൾ വഴങ്ങിയതിന് ശേഷമാണ് പിന്നെ അവർ തിരിച്ചു വന്നത്. പക്ഷേ അതേമാതിരി പിന്നെ മൂന്നാമത്തെ ഗോളെണ്ണം കിട്ടിയതിന് ശേഷവും അവർ തിരിച്ചു വന്നു. അപ്പോൾ കുറച്ചും കൂടി നന്നായി കളിച്ചു. പക്ഷേ ഇൻ്ററും ഒട്ടും മോശമല്ല, നല്ല ഗംഭീരമായിട്ട് നല്ല വെൽ പ്ലാനോടെയാണ് അവർ വന്നിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ സെക്കൻഡ് ലെഗ് എന്തായാലും തീ പിടിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ സെക്കൻഡ് ലെഗിൽ എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഗൈസ്, ബൈ.